സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് ആ പരസ്യം മാത്രമാണ് 3D ആയിട്ട് തോന്നിയത്. ബാക്കി അത്രയും 2D ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഒരു ഘട്ടത്തിൽ അത് 3D മൂവിയാണെന്ന് തോന്നിയില്ല. 2D ആയിട്ട് ഇറക്കിയാലും മതിയായിരുന്നു. മൊത്തത്തിൽ നല്ലതാണ്. മൊത്തത്തിൽ ഫുൾ ബോറടി ഒട്ടുമില്ല. ഭയങ്കര എൻജോയ്മെന്റ്. മാത്യുവിന് നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗി. അടിപൊളി അടിപൊളി കഥ ഞാൻ പറയാൻ പറ്റുമോ? അല്ലല്ല കോമഡി. ഒരു കംപ്ലൈന്റ് ഉണ്ട് 354 ആണ്. മേക്കിംഗ് എല്ലാം മലയാളത്തില് 3D ഇത്രയും 3D കളറിൽ വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നമ്മളെ മൈഡിയർ കുട്ടിച്ചാത്തം കഴിഞ്ഞിട്ട് ആ ഒരു 3D ഇത്രയും ഭംഗിയായി ചെയ്തത് ഇത് തന്നെയല്ല. 3D എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് കുറച്ച് വീട് ഉണ്ടായിരുന്നു, സൈഡിൽ ഗ്ലിച്ച് പരിപാടി ഉണ്ടായിരുന്നു. സൈഡിൽ നിന്ന് കണ്ടിട്ടാന്ന് തോന്നുന്നു. കുട്ടികൾ തീർച്ചയായും ഭയങ്കര ഭംഗിയുള്ള ഒരു അടിപൊളി അടിപൊളി പിള്ളേർക്ക് കാണാൻ പറ്റുന്ന പടം. വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല. 3D എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ഗുണമൊന്നുമില്ല. കോമഡി ആയിരുന്നു. ഈച്ചയുടെ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ആണല്ലോ. ഹലോ പ്ലീസ് ടു മീറ്റ് യു മാൻ. ഒറിജിനൽ ഈച്ചയാണോ? അല്ല കട്ട ഒറിജിനൽ. മാത്യുവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റോമാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആണോ? അല്ല, റൊമാൻസ് ബെറ്റർ ആയിരുന്നു. കുഴപ്പമില്ല. അതാണ് ബെറ്റർ. ഓ അല്ല, എനിക്ക് ഇതില് ഒന്നുമില്ല ബ്രോ. സ്റ്റോറി ബോറിംഗ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈച്ച കൊള്ളാം. ഈച്ച നന്നായിട്ടുണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ്. കുട്ടികൾ ഫാമിലി അവർക്കൊക്കെ ഇഷ്ടപ്പെടും. മാത്യു അടിപൊളിയാണ്, കുഴപ്പമൊന്നും. പുതിയ എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ 3Dയുടെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. 3D എക്സ്പീരിയൻസ്. നല്ല തിയേറ്റർ കാണാൻ പറ്റും. നല്ല Oh my god. This is so pretty. 3D എഫക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ നല്ലത്. കണ്ടു. നല്ല പടം. നല്ല പടമായിരുന്നു. മാത്യുവിന്റെ പ്രകടനം നന്നായിട്ടുണ്ട്. ഞാനും അതങ്ങോട്ടേക്ക് മനസ്സിലാകുന്നില്ല ഏത് ജോണറിലെ പടമാണെന്ന്. അങ്ങോട്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ കാണണം. ഇത് ഏതുതരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചെന്ന് അങ്ങോട്ടേക്ക് മനസ്സിലായില്ല. ഒന്നുമല്ല മുടിയാതെ രാജാ.